ജാതി സമവാക്യങ്ങൾ മാറിമറിയുന്ന പാറശാലയിൽ കട്ട ഇടതുപക്ഷ കോട്ട കെട്ടിപ്പൊക്കി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവാണ് CK ഹരീന്ദ്രൻ. ജില്ലയിൽ പലയിടത്തും പാർട്ടിക്ക് അടിപതറിയപ്പോഴും പാറശാലയെ ചുവപ്പണിയിച്ച് തലയെടുപ്പോടെ നിന്ന ജനകീയനായ MLA. എന്നാൽ രാഷ്ട്രീയമായി നേരിടാൻ വലിപ്പമില്ലാത്തവർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടിരിക്കുന്ന സൈബർ ആക്രമണം കേരള രാഷ്ട്രീയത്തെ ആകെ നാണിപ്പിക്കുന്നത് കൂടിയാണ്. നിയമസഭയിൽ ഉറങ്ങിയെന്നാരോപിച്ച് മണിക്കൂറുകൾ നീണ്ട സഭാ നടപടികളിൽ നിന്നും ഏതാനും സെക്കൻഡുകൾ മാത്രം കത്രിക വെച്ച് അടർത്തിയെടുത്ത വീഡിയോ ഉപയോഗിച്ചാണ് ഇപ്പോൾ സൈബർ അണികൾ മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത്. രോഗബാധിതനായിട്ടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മറക്കാതെ സഭയിലെത്തിയ ഒരു ജനപ്രതിയുടെ ശാരീരിക ക്ഷീണത്തെ അതിക്രൂരമായി പരിഹസിക്കുന്ന ഈ സൈബർ ഗുണ്ടായിസം രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം സൈബർ ആക്രമണത്തിന് ജാതിയോ മതമോ വർണ്ണമോ നിറമോ രാഷ്ട്രീയമോ ലിംഗമോ ഒന്നും വ്യത്യാസമില്ലാതെ നടക്കുന്നുണ്ട്. യഥാർത്ഥ വസ്തുതകൾ പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ക്രൂരമായ കുപ്രചരണം സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിൽ അരങ്ങേറുന്നത്. മാരകമായ ഡെങ്കിപ്പനി ബാധയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ തീവ്ര പ്രചരണത്തിലും അതുപോലെ വാർഡിലുമായി ചികിത്സയിലായിരുന്ന CK ഹരീന്ദ്രൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ശാരീരികമായി അങ്ങേയറ്റം തളർന്ന അവസ്ഥയിലായിരുന്ന അദ്ദേഹത്തിന് ഡോക്ടർമാർ കർശനമായ വിശ്രമമാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകളും വോട്ടിംഗും നടക്കുന്ന ദിവസമായതിനാൽ സഭയിലെത്താൻ അദ്ദേഹം സ്വയം തീരുമാനിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന് സഭയിൽ അംഗബലം കൃത്യമായി ഉറപ്പാക്കേണ്ട ഘട്ടത്തിൽ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് രോഗം ഒരു തടസ്സമാകരുതെന്ന ദൃഢനിശ്ചയമാണ് അല്ലെങ്കിൽ തീവ്രമായ നിശ്ചയമാണ് വയ്യാതിരുന്നിട്ടും അദ്ദേഹത്തെ നിയമസഭയിലേക്ക് നയിച്ചത്. സഭയിൽ സാന്നിധ്യം ഉറപ്പാക്കുക മാത്രമല്ല, കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ബജറ്റ് ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത് സംസാരിക്കാനും പാറശാല മണ്ഡലത്തിലെ ആവശ്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അദ്ദേഹം മറന്നിട്ടുമില്ല. മണിക്കൂറുകളോളം നീണ്ടുന്ന സഭാ നടപടികൾക്കിടയിൽ രോഗാവസ്ഥ നൽകിയ അമിതമായ ക്ഷീണം കാരണം കണ്ണുകളൊന്നും അടഞ്ഞുപോയ ആ ഏതാനും സെക്കൻഡുകൾ മാത്രം വേർതിരിച്ചെടുത്ത് പരിഹസിക്കുന്നവർ തികച്ചും ഹീനമായ രാഷ്ട്രീയ കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ, പ്രത്യേകിച്ച് ജനങ്ങൾക്കായി ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയായ രാഷ്ട്രീയ ശൈലിയല്ല. ഇത് പക്ഷേ എടുത്തു പറയുമ്പോൾ ഇത് തുടങ്ങി വെച്ചത് ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴായും ഏറ്റവും അധികം സൈബർ ആക്രമണം ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത് ഇപ്പോഴിതാ വലതുപക്ഷ സൈബർ ഹാൻഡിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ നടക്കുന്ന ആദ്യത്തെ ആക്രമണമൊന്നുമല്ല ഇത്. സത്യമെന്തെന്ന് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ, അല്ലെങ്കിൽ ഇത് സത്യമാണെന്ന് അറിവില്ലായിരുന്നിട്ടും അല്ലെങ്കിൽ ഇതല്ല യാഥാർത്ഥ്യമെന്ന് ബോധ്യമുണ്ടായിട്ടും വലിയ തരത്തിൽ അക്രമം ഉണ്ടാകുന്നത് സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. ഇവിടെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കേവലം ട്രോളുകൾക്കും വ്യൂസിനും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി മാത്രമായി ജനപ്രതിനിധികളെ വ്യക്തിഹത്യ നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ഥിരം രോഗമായി കൂടി മാറിയിരിക്കുകയാണ്. മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും അതുപോലെ ഇപ്പോഴത്തെ സ്പീക്കറുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സംഭാഷണത്തിൽ അല്ലെങ്കിൽ അവിടെ സംസാരിക്കുമ്പോൾ ഒരു നാക്കുപിഴ സംഭവിച്ചതിനെ തുടർന്ന് ഇപ്പോഴും, അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം ഇപ്പോഴും ട്രോളുകൾക്ക് അദ്ദേഹം വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തുടങ്ങിയത് CPM സൈബർ ഹാൻഡിലുകളാണ്. നസ്രിയ നസീം എന്ന പേര് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി നുസ്രിയ നസീം എന്നായതാണ് തിരുവഞ്ചൂരിനെ അന്നു മുതൽ ഇന്ന് വരെ വേട്ടയാടുന്നത്. ആ വേട്ടയാടലിന് തുടക്കമിട്ടതും ഒരുപക്ഷെ സൈബർ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് CPM ആണെന്ന് കൂടി പറയേണ്ടി വരും. ആ വേട്ടയാടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രായത്തിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളെയോ പെട്ടെന്നുണ്ടാകുന്ന നാക്കുപിഴകളെയോ മനുഷ്യത്വപരമായി കാണുന്നതിന് പകരം അവഹേളിക്കുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ തവണത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി തുടർച്ചയായി സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതിയും സംസാരിക്കുന്ന ശൈലിയും മുൻനിർത്തി പ്രതിപക്ഷ സൈബർ വിങ്ങുകൾ നടത്തിയ അധിക്ഷേപങ്ങൾ എല്ലാ അതിരുകളും ലംഘിക്കുന്നതുമായിരുന്നു. അതുമാത്രമല്ല, KK രമയെ പോലുള്ള വനിതാ നേതാക്കളെയും അതുപോലെ നിരവധി സ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുന്നതും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തുറന്നാൽ പോലും നമുക്ക് മനസ്സിലാകും കമൻറ്റ് ബോക്സുകൾ എത്രമാത്രം നീചവും ക്രൂരവുമാണെന്ന്. കേരളത്തിൽ സൈബർ ഇടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ നടക്കുന്ന ആദ്യത്തെ ആക്രമണമൊന്നുമല്ല ഇത്. സത്യമെന്തെന്ന് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ കേവലം ട്രോളുകൾക്കും വ്യൂസിനും ലാഭങ്ങൾക്കും വേണ്ടി മാത്രമായി ജനപ്രതിനിധികളെ ഈ പറഞ്ഞ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്നത് വലിയ തരത്തിൽ മോശമായ കാര്യമാണ്. ഇത് ആദ്യമായോ അവസാനമായോ അല്ല നടക്കുന്നത്, ഇതെപ്പോഴും ഉണ്ടാകുന്നതാണ്. പക്ഷേ തനിക്കെതിരെ നടക്കുന്ന ഈ പറഞ്ഞ സൈബർ ആക്രമണങ്ങൾക്കെതിരെ അങ്ങേറ്റം മാന്യവും എന്നാൽ ശക്തവുമായ ഭാഷയിലാണ് CK ഹരീന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധത്തെയാണ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുന്നതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്നതിൽ ആരോഗ്യ പ്രശ്നങ്ങളോ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ ഒരിക്കലും തടസ്സമാകരുതെന്ന നിലപാടാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ചികിത്സയിലായിരുന്ന സാഹചര്യത്തിലും വിശ്രമം തുടരുന്നതിന് പകരം നിയമസഭയിലെത്തി ജനങ്ങളുടെ ശബ്ദമാകാൻ ശ്രമിച്ചത്. രോഗാവസ്ഥയിൽ നിന്നുള്ള ശാരീരിക ക്ഷീണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മനുഷ്യത്വപരമായി കാണുന്നതിന് പകരം പരിഹാസത്തിനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായി വിലയിരുത്തേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും എന്നാൽ ആ വിമർശനങ്ങൾ വസ്തുതകളുടെയും രാഷ്ട്രീയ നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചും എഡിറ്റ് ചെയ്തും വ്യക്തിഹത്യ നടത്തുന്നത് ജനാധിപത്യത്തിന് ചേർന്നല്ലെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൈബർ ലോകത്തെ അരാജകത്വത്തിന് ശക്തമായൊരു മറുപടി കൂടിയാണ്. തിരുവനന്തപുരത്ത് മറ്റ് പല മണ്ഡലങ്ങളിലും CPM കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോഴും പാറശാലയിൽ വലിയ തരത്തിൽ തിളങ്ങി മികച്ച വിജയം കാഴ്ചവെച്ച CK ഹരീന്ദ്രൻ ഇപ്പോഴും പാറശാലയുടെ ഹീറോ എന്നാണ് അറിയപ്പെടുന്നത്. പാർട്ടിയുടെയും മണ്ഡലത്തിൻ്റെയും ശബ്ദമായി നിയമസഭയിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ഹീനമായ വീഡിയോകളുടെ പ്രചരണത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന ആരോപണവും മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും ശക്തമാകുന്നുണ്ട്. രോഗബാധിതനായിട്ടും തങ്ങളെ പ്രതിനിധീകരിക്കാൻ സഭയിലെത്തിയ നേതാവിനെ ക്രൂരമായി പരിഹസിച്ചവർക്കെതിരെ വൻ ജനരോഷമാണ് പാറശാലയിൽ അലകടിക്കുന്നത്. തൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും സുഗമമായ രാഷ്ട്രീയ സംസ്കാരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ സ്നേഹിതർക്കും നന്ദി അറിയിച്ച MLA ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും ആത്മാർത്ഥത്തോടെയും പ്രതിബദ്ധതയോടെയും തുടർന്ന് നിർവഹിക്കുമെന്ന ഉറപ്പോടെയാണ് തൻ്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. ഈ ക്രൂരമായ സൈബർ ആക്രമണം കേവലം ഒരു വ്യക്തിക്കെതിരെ ഒന്നുമുള്ളതല്ല, മറിച്ച് രോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യരോട് കാണിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മാനുഷിക പരിഗണന പോലും ഇല്ലാതെ നടത്തുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള വാർത്താ നിർമ്മിതികൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നു എന്നുള്ളതും ഗൗരവത്തോടെ കാണേണ്ടതാണ്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റി സഞ്ചരിക്കുമെന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന രീതിയാണ് ഇന്നത്തെ വാട്സപ്പ് ഫോർവേഡുകളും റീൽസുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും. ഇത്തരം സംഘടിത സൈബർ ഗുണ്ടായിസത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ജനാധിപത്യ വിശ്വാസികൾ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ട് ജനവിശ്വാസം നേടിയ നേതാക്കളെ പലരെയും, അതുകൂടാതെ സ്ത്രീകളായിക്കോട്ടെ അതുപോലെ പുരുഷന്മാരായിക്കോട്ടെ ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമന്യേ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങി വെച്ചത് CPM സൈബർ ഹാൻഡിൽ ആണെന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സൈബർ ആക്രമണത്തിൻ്റെ തുടക്കം നമുക്ക് തന്നെ മനസ്സിലാകും, പരിശോധിച്ചാൽ തന്നെ വ്യക്തമായി മനസ്സിലാകും. സോളാർ കേസ് മുതലാണ് തുടങ്ങുന്നത്. ആ സോളാർ കേസ് മുതൽ ഇങ്ങോട്ട് സൈബർ ആക്രമണത്തിൻ്റെ പെരുമ്പുറയാണ് മുടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ ഈ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, ശിവൻകുട്ടി ആയിക്കോട്ടെ, അതിനുശേഷം ഇപ്പോഴുണ്ടാകുന്ന MLA മാരായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഇതേ അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായ കാര്യം. അതിൽ ജനപ്രതിനിധികളെ മാറ്റി നിർത്തിയാൽ പോലും സമൂഹത്തിൽ വലിയ തരത്തിൽ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം വ്യക്തമായി പറയുന്ന ആർക്കെതിരെയും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വ്യക്തമായി ഉണ്ടാകുന്നുണ്ട്. അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കെതിരെയും കടുത്ത സൈബർ ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുടെ ആയുസ് വളരെ കുറവായിരിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും തർക്കമൊന്നുമില്ല. നുണപ്രചരണങ്ങളുടെ കൊടുകാറ്റിലും തളരാതെ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ശബ്ദമായി CK ഹരീന്ദ്രൻ തുടർന്ന് മുന്നോട്ട് പോകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുപോലെ CK ഹരീന്ദ്രനെ ബന്ധപ്പെട്ട വൃത്തങ്ങളും അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൈബർ ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് തന്നെയാണ് പറയാൻ കാരണം സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമാണ്. ആ രോഗികൾ നിരവധി ആയി ഓരോ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് മുഖമോ പേരോ ഭാഷയോ ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെ സെലിബ്രിറ്റിയിലായിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, അതുപോലെ മറ്റുള്ളവരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, അങ്ങനെ ആരുമായിക്കോട്ടെ, ഇവർക്കെതിരെ എല്ലാം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ, തങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം പറഞ്ഞാൽ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ അതിനെതിരെ സൈബർ ആക്രമണം അഴിഞ്ഞാടുന്ന കാലഘട്ടമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ ഭേദമൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്നോ ഈ രാഷ്ട്രീയക്കാരെന്നുള്ള വ്യത്യാസവുമില്ല. ഇവിടെ എല്ലാവർക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇന്നത് CK ഹരീന്ദ്രൻ MLAക്കാണ് ഉണ്ടായതെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റൊരാൾക്കായിരുന്നു, ഇന്നത് വേറൊരാൾക്കാണ്. അതങ്ങനെ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു പ്രതീതി കൂടിയാണ്. ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു.